Step 1. CA and Practical Mark Entry at Lecturer level. Lecturer needs to log into SLCM. Enter the login credentials. പ്രിൻസിപ്പൽ ലെക്ചറിന് പ്രോഗ്രാം അസൈൻ ചെയ്യാറുണ്ട്. ആ പ്രോഗ്രാമിന് കീഴിൽ വരുന്ന കോഴ്സുകളുടെ മാർക്കാണ് ലെക്ചറിന് എൻ്റർ ചെയ്യാൻ സാധിക്കുന്നത്. ഉദാഹരണത്തിന് കെമിസ്ട്രി മേജർ ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥി തിരഞ്ഞെടുത്തിരിക്കുന്ന മൈനർ പേപ്പർ ഫിസിക്സ് ആണെന്ന് കരുതുക. ഈ വിദ്യാർത്ഥിയുടെ ഫിസിക്സ് മൈനർ പേപ്പറിൻ്റെ മാർക്ക് എൻ്റർ ചെയ്യാനുള്ള പ്രൊവിഷൻ ലഭിക്കുക ഫിസിക്സ് ടീച്ചറിന് തന്നെയായിരിക്കും. പ്രിൻസിപ്പൽ SLCM പ്രൊഫൈൽ വഴി ഈ ടീച്ചറിന് FIUGP ഫിസിക്സ് എന്ന പ്രോഗ്രാമും ലെക്ചറർ എന്ന റോളും അസൈൻ ചെയ്തിരിക്കണം. എന്നാലേ ഈ മാർക്ക് എൻട്രി ഓപ്ഷൻ ലഭിക്കുകയുള്ളൂ. ക്ലിക്ക് ഓൺ ദി സബ് മെനു ഈവൻ സെമസ്റ്റർ മാർക്ക് എൻട്രി അണ്ടർ ദി മെയിൻ മെനു FIUGP. Choose the examination, program and course. പ്രോഗ്രാം ലിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അതിനർത്ഥം പ്രിൻസിപ്പൽ ലെവലിൽ പ്രോഗ്രാം അസൈൻ ചെയ്തിട്ടില്ല എന്നതാണ്. പ്രിൻസിപ്പലിനെ കോൺടാക്റ്റ് ചെയ്ത് പ്രോഗ്രാം അസൈൻ ചെയ്യാൻ ആവശ്യപ്പെടണം. പ്രിൻസിപ്പലിൻ്റെ പ്രൊഫൈൽ വഴി പ്രോഗ്രാം, റോൾ എന്നിവ അസൈൻ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നത് സംബന്ധിച്ചുള്ള വിവരണം ഈ വീഡിയോയുടെ അവസാന ഭാഗം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. Then choose the candidate. മാർക്ക് എൻട്രി തുടങ്ങുന്നതിന് മുൻപ് SLCM മാർക്ക് എൻട്രി വിൻഡോയിൽ കാണുന്ന ESE പ്രാക്ടിക്കൽ CA എന്നിവയുടെ ഔട്ട് ഓഫ് മാർക്സ് ശരിയാണോ എന്ന് വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. കൂടാതെ തിയറി മാത്രമുള്ള കോഴ്സുകൾക്ക് പ്രാക്ടിക്കൽ മാർക്ക് എൻട്രി ചെയ്യാനുള്ള പ്രൊവിഷൻ ഇല്ല എന്നും തിയറി പ്രാക്ടിക്കൽ 2 കമ്പോണൻസും ഉള്ള കോഴ്സുകൾക്ക് 2ൻ്റെ CAയും പ്രാക്ടിക്കലിൻ്റെ ESEയും ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം. എന്തെങ്കിലും വ്യത്യാസം ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ SLCM സപ്പോർട്ട് ടീമിനെ അറിയിക്കുക. ആവശ്യമായ മാറ്റം വരുത്തിയതിന് ശേഷം മാത്രം മാർക്ക് എൻ്റർ ചെയ്താൽ മതിയാകും. SLCM സപ്പോർട്ട് ടീമുമായി ബന്ധപ്പെടാനുള്ള ഇമെയിൽ ID ഈ വീഡിയോയുടെ അവസാന ഭാഗം പ്രതിപാദിച്ചിട്ടുണ്ട്. Enter the marks. After entering the marks of that particular candidate, click on Save button. Repeat the mark entry process for each candidate. Relevant entries need to be entered for indicating absent, malpractice, not registered, practical mark not received. ഒരു വിദ്യാർത്ഥി ഈ കോഴ്സിന് ആബ്സെൻ്റ് ആണെങ്കിൽ ESE പ്രാക്ടിക്കൽ മാർക്ക് എൻട്രി കോളത്തിൽ ക്യാപിറ്റൽ ലെറ്റർ A മാർക്ക് ചെയ്യുക. CA മാർക്കിന് ആബ്സെൻ്റ് കൺസെപ്റ്റ് ഇല്ലാത്തത് കൊണ്ട് CA കോളത്തിൽ ആബ്സെൻ്റ് മാർക്ക് ചെയ്യാൻ സാധിക്കില്ല. CA മാർക്ക് ഇല്ലാത്ത വിദ്യാർത്ഥികൾക്ക് 0 മാർക്ക് ഇടാനുള്ള പ്രൊവിഷൻ ലഭ്യമാണ്. പ്രാക്ടിക്കൽ പരീക്ഷ അറ്റൻഡ് ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് ESE പ്രാക്ടിക്കൽ കോളത്തിൽ A എന്ന് മാർക്ക് ചെയ്ത് ആബ്സെൻ്റ് രേഖപ്പെടുത്താം. ഒരു വിദ്യാർത്ഥിയെ ഈ കോഴ്സിന് സസ്പെക്റ്റഡ് മാൽപ്രാക്ടീസ് ഗണത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ESE പ്രാക്ടിക്കൽ മാർക്ക് എൻട്രി കോളത്തിൽ M എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ മാർക്ക് ചെയ്യുക. വിദ്യാർത്ഥികൾ തെറ്റായി കോഴ്സ് രജിസ്റ്റർ ചെയ്ത അപൂർവം ചില കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ വിദ്യാർത്ഥികളുടെ മാർക്ക് സർവകലാശാല തീരുമാനം വന്നതിന് ശേഷം എൻ്റർ ചെയ്താൽ മതിയാകും. അത്തരം വിദ്യാർത്ഥികൾക്ക് ആ കോഴ്സിന് മാത്രം എല്ലാ മാർക്ക് എൻട്രി കോളത്തിലും ക്യാപിറ്റൽ ലെറ്റർ N മാർക്ക് ചെയ്യുക. പ്രാക്ടിക്കൽ പരീക്ഷ വൈകുന്നത് മൂലം ഇതുവരെയും പ്രാക്ടിക്കലിൻ്റെ മാർക്ക് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് താൽക്കാലികമായി ക്യാപിറ്റൽ ലെറ്റർ X എന്ന് എൻ്റർ ചെയ്യുക. പ്രാക്ടിക്കൽ മാർക്ക് വരുന്ന മുറയ്ക്ക് മാർക്ക് എഡിറ്റ് ഓപ്ഷൻ വഴി പ്രാക്ടിക്കൽ മാർക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. അതിനുശേഷം മാത്രമേ ലെക്ചറർ ലെവലിൽ നിന്നും മാർക്ക് ഫോർവേഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മാർക്ക് എൻ്റർ ചെയ്യുമ്പോൾ 2 ഡെസിമൽ വരെ അനുവദിക്കുകയുള്ളൂ. Candidates whose marks have been entered will have their names listed, and then by clicking the action button, the marks can be edited. ഓൾറെഡി മാർക്ക് എൻ്റർ ചെയ്ത വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് താഴെ കാണാൻ സാധിക്കുന്നതാണ്. ഇനി മാർക്ക് എൻ്റർ ചെയ്യാൻ ബാക്കിയുള്ള വിദ്യാർത്ഥികളുടെ പേരുകൾ കാൻഡിഡേറ്റ് ഓപ്ഷനിൽ ലഭ്യമാകും.
Step 2. Mark forwarding by the lecturer. Click on the submenu Event Semester Mark List under the main menu FIUGP. Choose the exam, program and course. Marks can be verified and editing of marks can be done through the menu available in the action button. ലെക്ചററിന് ഫൈനൽ സബ്മിഷൻ ചെയ്യുന്നത് വരെ മാർക്ക് എഡിറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ലഭ്യമാണ്. Click on forward button, then marks will be forwarded to HOD level. Step 3. Mark approval by HOD. HOD needs to enter the login credentials. Click on the submenu Event Semester Mark List under the main menu FIUGP. Choose the examination, program and course. HODക്ക് പ്രോഗ്രാം ലിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ പ്രിൻസിപ്പലിനെ കോൺടാക്റ്റ് ചെയ്ത് SLCM പ്രൊഫൈൽ വഴി പ്രോഗ്രാമും റോളും അസൈൻ ചെയ്യാൻ ആവശ്യപ്പെടുക. ഇത് സംബന്ധിച്ചുള്ള വിവരണം ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് നൽകിയിട്ടുണ്ട്. ലെക്ചറർ എൻ്റർ ചെയ്ത മാർക്കിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെന്ന് കണ്ടെത്തിയാൽ ഈ വിവരം ലെക്ചറർക്ക് HODയോട് റിപ്പോർട്ട് ചെയ്യാം. HODക്ക് ഈവൻ സം മാർക്ക് ലിസ്റ്റ് എന്ന മെനു വഴി മാർക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. Marks can be verified and editing of marks can be done through the menu available in the action button. Click on approve button for forwarding it to university level. Printout of the mark register can be fetched from the submenu semester mark register under the main menu reports. Mark entry status of the college can be fetched from the submenu College Mark Entry Status under the main menu Reports. If staff have not yet been added to the SLCM system. പ്രിൻസിപ്പലിൻ്റെ പ്രൊഫൈലിലെ സ്റ്റാഫ് മാനേജ്മെൻറ്റ് മെനുവിൽ നിന്നും പ്രോഗ്രാമും റോളും ആഡ് ചെയ്യാൻ സാധിക്കും. എൻ്റർ ദി ലോഗിൻ ക്രെഡൻഷ്യൽസ്. Click on submenu Staff Registration under the main menu Staff Management. Enter the first name. Enter the last name. Enter the beneficiary ID, left blank if it is not available. Enter the contact number. Enter the email ID. Choose designation, college, role, program. If the program have not yet been assigned to the teacher. ഒരു ടീച്ചറിന് മാർക്ക് എൻട്രി ചെയ്യാനുള്ള കോഴ്സുകൾ ലിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ആ കോഴ്സ് അടങ്ങുന്ന പ്രോഗ്രാം ആ ടീച്ചറിന് പ്രിൻസിപ്പൽ അസൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനായി പ്രിൻസിപ്പലിൻ്റെ SLCM പ്രൊഫൈലിൽ നിന്ന് സ്റ്റാഫ് മാനേജ്മെൻറ്റ് മെനുവിൽ ക്ലിക്ക് ചെയ്യുക. സബ് മെനുവായ സ്റ്റാഫ് ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ആ അധ്യാപകൻ്റെ പേര് ലിസ്റ്റ് ചെയ്യപ്പെടും. ആക്ഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അസൈൻ പ്രോഗ്രാം എന്ന മെനുവിലൂടെ പ്രോഗ്രാം അസൈൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. Click on Assign Program, select the department and choose the programs.
ടീച്ചറിന് റോൾ അസൈൻ ചെയ്തിട്ടില്ലെങ്കിൽ സ്റ്റാഫ് ലിസ്റ്റിൽ ഈ ടീച്ചറിൻ്റെ പേര് ചൂസ് ചെയ്യുക. ആക്ഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം അസൈൻ റോൾ എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്യുക. റോൾ ചൂസ് ചെയ്യുക. ഡിപ്പാർട്ട്മെൻറ്റ് ചൂസ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുക.